ഹായ് ഗൈസ്. സോ ഹൗ ടു ആക്സസ് ഫ്ലോ, ഹൗ ടു യൂസ് ഫ്ലോ, ഇത് രണ്ടുമാണ് ഇന്ന് നോക്കാൻ പോണത്. സോ ഫ്ലോ ഞാൻ എങ്ങനെയാണ് ആക്സസ് ചെയ്തതെന്നാണ് പറയാൻ പോണത്. എനിക്കും ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. $124 കാണിക്കുന്നത്, $134 അവസാനവും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് എനിക്കും ആക്സസ് ഉണ്ടായിരുന്നില്ല. ഗൂഗിൾ AI അൾട്രാ പ്ലാൻ വാങ്ങാൻ പറ്റണ്ടായിരുന്നില്ല, ഓപ്ഷനെ കാണണ്ടായിരുന്നില്ല എനിക്ക്. അപ്പം ഞാൻ വാങ്ങിച്ച ദിവസം $134 ആയിരുന്നു, ഇൻക്ലൂഡിങ് ടാക്സ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് 11,390, 12,000 അടുത്തായിട്ട് വരും കോസ്റ്റ്. അപ്പോൾ US-ലോ ജപ്പാനിലോ അവിടെ എവിടെയെങ്കിലും ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫ്ലോ ആക്സസ് ഉള്ള കൺട്രിയിലുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെ കൊണ്ട് നിങ്ങളൊരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യിക്കുക. എന്നിട്ട് അതിൽ നിന്ന് അവരെ കൊണ്ട് ഗൂഗിൾ AI അൾട്രയുടെ പ്ലാൻ വാങ്ങിക്കാം. പ്ലാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. പിന്നെ VPN ഉപയോഗിക്കുക, ഫ്ലോ ഓൺ ആക്കുക. VPN ഏതെങ്കിലും ഫ്ലോ ഓൾറെഡി ആക്സസ് ഉള്ള ഏതെങ്കിലും കൺട്രിയുടെ VPN ആയിരിക്കണം. എന്നിട്ട് ഫ്ലോ ഓപ്പൺ ചെയ്യുക. പിന്നെ ഈ labs.google/experiment എന്ന് പറഞ്ഞ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിന്റെ കുറെ എക്സ്പെരിമെന്റൽ ഫീച്ചേഴ്സ് കാണാം. ഈ സ്ക്രീനിൽ കാണുന്ന മൊത്തം എക്സ്പെരിമെന്റൽ ഫീച്ചേഴ്സിലോട്ട് ആക്സസ് കിട്ടും ഇങ്ങനെ അൾട്രാ വാങ്ങിച്ചെങ്കിൽ. ഇനി കമ്മിങ് ടു ഫ്ലോ, നിങ്ങൾക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ജനറേറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ഉണ്ടാക്കാനും പറ്റും. ഇങ്ങനെ മെയിൻലി കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയാണ് ഫ്ലോ യൂസ് ചെയ്യണത്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നും കൂടി ടൈപ്പ് ചെയ്തതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ലോഡിംഗ് ആണത്. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോംപ്റ്റ് ആണ് കൊടുത്തത്. ദേ ആർ അറ്റ് എ ബീച്ച് ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ, അങ്ങനെ ചെറിയൊരു പ്രോംപ്റ്റ് ആണ് കൊടുത്തത്. അത് തന്നെ ഇങ്ങനെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ഒക്കെ നല്ലോണം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് ഇമേജ് അപ്ലോഡ് ചെയ്യുക. അതെ, ഞാൻ ഇവിടെ വേറൊരു പ്രോംപ്റ്റും കൂടി ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇനിയിപ്പോ ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ 360 ക്യാമറ റൊട്ടേഷൻ ഓൺ ദി കപ്പിൾ ഹു ആർ ഓൺ ദി ബീച്ച് സൈഡ്, അതാണ് കൊടുത്തത്. ഇതിന്റെ ഇങ്ങനെ ജനറേറ്റ് ആവും നോക്കാം. വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്. അതെ, ഞാൻ ഇപ്പൊ പ്ലേ ചെയ്യാം. ഇത്രയും ഇങ്ങനെയുള്ള വിഷ്വൽസ് കിട്ടും ഇതിൽ നിന്ന്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഫസ്റ്റത്തെ ക്ലിപ്പ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ക്ലിപ്പിൽ ഓവർ ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ എക്സ്റ്റെൻഡ് കാണാം. ആഡ് ടു സീൻ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ജംപ് ടു സീനും എക്സ്റ്റെൻഡ് എന്നും പറഞ്ഞ രണ്ട് ബട്ടൺ കാണാൻ പറ്റും. നമുക്കിതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്, അതുകൊണ്ട് എക്സ്റ്റെൻഡ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ആ എക്സ്റ്റൻഷനിൽ എന്താണ് നടക്കേണ്ടതെന്നുള്ളൊരു പ്രോംപ്റ്റും കൂടി നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇപ്പം എല്ലാം സിമ്പിൾ പ്രോംപ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യണത്. ജസ്റ്റ് ഇങ്ങനെ ചെവിയുടെ അവിടുത്തെ ഇങ്ങനെ മുടി ഇങ്ങനെ മാറ്റി കൊടുക്കുന്ന രീതിയിലുള്ള സീനാണ് ഉദ്ദേശിച്ചത്. അതിനുള്ള പ്രോംപ്റ്റ് എഴുതണത്. സോ ഗൈസ്, വീഡിയോ ലോഡ് ആയിട്ടുണ്ട്. ഇത് പ്ലേ ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനത്തെ മണ്ടത്തരമൊക്കെ ആയിരിക്കും ഇടയ്ക്ക് ജനറേറ്റ് ആവണത്. അപ്പൊ നമ്മൾ റീപ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒന്നും കൂടി റീയൂസ് ചെയ്യുക. അങ്ങനെ റീപ്രോംപ്റ്റ് ചെയ്ത് 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 നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷ്വലിലോട്ട് ലാസ്റ്റ് എത്താം. നിങ്ങൾക്ക് 12,500 ക്രെഡിറ്റ് ആണ് കിട്ടണത്. അപ്പോൾ ഓരോ വീഡിയോക്കും 10 ക്രെഡിറ്റ് വെച്ച് പോകും. നമുക്കിവിടെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കാം. ഈ വീഡിയോ ഫ്ലോയിൽ എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വീഡിയോയുടെ അവസാനം എന്തെങ്കിലും ഇവന്റ്ഫുൾ ആയിട്ട് നടക്കണമെന്നാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോയുടെ അവസാനം വന്ന് പോസ് ചെയ്യുക, അവിടെ നിന്ന് ആ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അത് നേരെ കൊണ്ടേ ഫ്ലോയിലിടാം. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് പ്രോംപ്റ്റ് ആണോ വേണ്ടത് ആ പ്രോംപ്റ്റ് അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു മങ്കി ക്ലൈംബിംഗ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ കൈ എന്നുള്ള രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഇത് പിന്നെ ജനറേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ വരും. അതിപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ലോഡ് ആയിട്ടുണ്ട്. അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വീഡിയോ എടുക്കുക, എന്നിട്ട് ക്യാപ്കട്ടിൽ പോയിട്ട് മറ്റേ ഫ്രെയിമിന്റെ ലാസ്റ്റ് കൊണ്ടിടാം. എന്നിട്ട് ഫ്രെയിം എല്ലാം ഒന്ന് കറക്റ്റ് അലൈൻ ചെയ്ത് കഴിയുമ്പോൾ വിഷ്വൽ ഇതേപോലെ ഉണ്ടാവും.
ഫ്ലോ ആക്സസ് ചെയ്യണതും ഫ്ലോ യൂസ് ചെയ്യണതും കണ്ട് ഫ്ലോയിൻ്റെ അകത്തുള്ള ഫ്രെയിം ടു വീഡിയോ എന്ന് പറഞ്ഞ ഫീച്ചർ മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്തത്. ഇനി ഇൻഗ്രീഡിയൻസ് ടു വീഡിയോ ഉണ്ട്, ടെക്സ്റ്റ് വീഡിയോ ഉണ്ട്. ടെക്സ്റ്റ് വീഡിയോ വ്യൂ പോലെ തന്നെയാണ്. ഇൻഗ്രീഡിയൻസ് ടു വീഡിയോ എന്ന് പറഞ്ഞ വേറൊരു ഫീച്ചർ കൂടി ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ ആക്സസ് ചെയ്യും.